ഇതേതാ സ്ഥലം? ചേർത്തല. ചേർത്തലയോ? ആലപ്പുഴ എന്നല്ലേ നീ പറഞ്ഞത്? നീയാ ഈ നീ വിളി നിർത്തണമെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു? ഇത് ശരിയാവില്ല. ആ, ഞാനത് ശ്രദ്ധിച്ചോളാം. ഐ എം സ്റ്റാർവിംഗ്. എനിക്കൊന്നും കഴിക്കണം. കഴിക്കാൻ ഇഡ്ലി, ദോശ, ചമ്മന്തി, സാമ്പാർ, ചിക്കൻ, മട്ടൻ, കട്ടൻ, ഫിഷ് ഫ്രൈ, ഫിഷ് മോളി, ഫിഷ് റോസ്റ്റ്, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, എഗ് ബിരിയാണി, വെജ് ബിരിയാണി, കരിമീൻ, നെയ്മീൻ, പൂമീൻ, നെയ്മീൻ, ചാളക്കറി, അയലക്കറി, ബീഫ്, പൊറോട്ട, ചപ്പാത്തി, മസാല വെച്ച് നേരത്തി, വട, പത്തിരി, ഉണ്ടമ്പര്, സവാളയുടെ സുഖയും മേൽപ്പറഞ്ഞ കടികളൊന്നും ഇവിടെ ഇല്ല. മെനു ഉണ്ടോ? ഇല്ല, അങ്ങനെയുള്ള ചീപ്പ് ഐറ്റംസ് ഒന്നും നമ്മൾ ഉണ്ടാക്കാറില്ലെന്ന്. അല്ല, മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? അപ്പം മുട്ടക്കറിയുണ്ട്, പുട്ടും കടലുണ്ട്. ആകെ ഈ 2 സാധനങ്ങളുള്ളോ? പിന്നെ അപ്പം കടലുണ്ട്, പുട്ടും മുട്ടക്കറിയുണ്ട്. എനിക്ക് പുട്ടും കടലേ മതി. ചേച്ചിക്ക് എന്താ വേണ്ടത്? The other one. അതല്ല ബണ്ണൊന്നും ഇല്ല. ബണ്ണല്ല, No. മറ്റേ അപ്പം മുട്ടക്കറി. Yeah, that one. അവിടെ ഗ്ലാസ് കൊടുത്തേ. കടിയില്ലെന്ന് പറഞ്ഞിട്ട് നന്നേ മാന്തണ്ടല്ലോ. Oh, disgusting. എന്താ ഇത്? അപ്പം മുട്ടക്കറിയും പുട്ടും കടലും. ആ, അത് മനസ്സിലായി. ഈച്ചയൊക്കെ വന്നിരുന്ന ഭക്ഷണമാണ് ഇവിടുത്തെ ആൾക്കാർക്ക് വിളമ്പുന്നേ. ഇത് ഞാൻ വളർത്തുന്ന ഈച്ചയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അയ്യോ ഈച്ച ഇവിടെ വരില്ലെന്ന് പറഞ്ഞാൽ ഈച്ച അനുസരിക്കാനൊന്നും പോണില്ല. ഇവിടെയുള്ള എല്ലാവരും ഇതൊക്കെ കഴിക്കുന്നേ. ഇവിടെ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞു കൊടുക്കും സാറേ. Show me your hands. എന്താണ്? തന്റെ കൈയൊന്ന് കാണിക്കാൻ. ആ, എന്താ കുഴപ്പം? നല്ല സൂപ്പർ കൈയാണല്ലോ. ഇഷ്ടച്ച് കൈ നോക്കാൻ അറിയാമോ? ഈ കൈ കൊണ്ടാണോ താൻ ഇവിടുത്തെ സാധനങ്ങൾ എടുത്തുകൊണ്ടേ വെക്കുന്നേ? പിന്നല്ലാതെ? നഖമൊന്ന് ക്ലീൻ ചെയ്തൂടെ? പിന്നെ എനിക്കിവിടെ തൂറാൻ പോലും സമയം കിട്ടല്ലോ. അതിനിടക്കല്ലേ കൈയുടെ നഖം വെട്ടാൻ പോകും. എനിക്ക് തന്റെ ഭക്ഷണം വേണ്ട. 5-8 ദിവസം ഞാൻ കുളിക്കാത്തതിന് അവർക്കൊരു പരാതിയില്ല. ഇപ്പൊ നഖം വെട്ടാത്തതിന്റെ പ്രശ്നം. താരം കഴിക്കാറില്ല. ഇത് കഴിക്ക്. രാവിലെ കുറ്റിമുറിച്ച് ഓരോന്നിങ്ങ് വന്നോളും മനുഷ്യനെ കെടുത്താനായിട്ട്. ഏയ്, ഇത് ഉടുത്തിട്ട് ശരിയാവുന്നില്ല. ഇതെന്താണിത്? മീൻ വിലയാ? ആ, ഒരു സാരി ഉടുക്കാൻ അറിഞ്ഞൂടെ? ബോസാണ് അത്രേ, ബോസ്. ചേച്ചി ഒന്നും കൂടെ വരൂ. ഈ സാരി ഒന്ന് മര്യാദ കുടിപ്പിച്ചു കൊടുക്കും. സോറി, ചെല്ലൂട്ടോ. ഇതൊന്ന് പിടിക്കേ. വാ. തലക്കിടിച്ച് കൊല്ലോ. ഭൂമി കാലൂത്തി. എത്രയാ? 150. 150? അതെ, 150. അപ്പൊ ഇതെനിക്ക് വിൽക്ക? എന്താണോ? അല്ല, അതെ എന്റെ ചേട്ടാ, ഒരു 2.5 കിലോമീറ്ററിന് 150 രൂപ. ആ, അതന്നെ ഞാനാ ഈ തല്ലിപ്പൊളി വഴികളെ ഓടി വന്ന എന്റെ വണ്ടിയുടെ ഷോക്ക് അബ്സോർബർ തന്നാക്കി തരുമോ? ഇല്ല, ആ പണി ആ, എനിക്കറിയില്ല. അപ്പൊ ചിലക്കാതെ മര്യാദക്ക് 150 രൂപ ഇങ്ങോട്ടെ. ഞങ്ങളുടെ ഷോക്ക് അബ്സോർവർ ലെവലായി. അതിന് ഞാൻ ചെയ്യാനാ ഈ വഴി ഇങ്ങനെ തല്ലിപ്പൊളിയായി കിടക്കുന്ന എന്റെ കുഴപ്പമാണോ? അത് ശരിയാ. ഈ വക സർക്കാരിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞ മതി. ഞങ്ങളുടെ സർക്കാരിനെ പറഞ്ഞാലില്ല. അയ്യോ സോറി ചേട്ടാ, കമ്മ്യൂണിസ്റ്റാ? അതെ, ഞങ്ങൾ ഭരിക്കുമ്പോ മാത്രം എന്നെ എത്ര ചൊറിച്ചില്. മറ്റവന്മാര് ഭരിക്കുമ്പോ റോഡ് ഇങ്ങനെ തന്നെ കിടക്കുന്നുണ്ടല്ലോ. ക്ഷമിക്കണം, ഞാനിത് പത്രത്തിൽ വായിച്ചത് പറഞ്ഞതാ. അതെ, തന്നെ പോലുള്ള ബൂർഷുകൾ വായിക്കുന്ന പത്രത്തിന്റെ കുഴപ്പാ. അയ്യോ ചേട്ടൻ തെറ്റിദ്ധരിച്ചു. ഞാൻ അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗ. നിങ്ങൾ എന്നെ പെണ്ണുമ്പോഴേ കാണിക്കുന്ന എന്റെ ഓട്ടോറിക്ഷ വെട്ടി മറിച്ചിടാൻ നോക്കുക. വീട്ടിൽ പോയി പറയണോ? എന്താ പറഞ്ഞ? ചേട്ടാ കണ്ടാൽ അറിഞ്ഞൂടെ, പിന്നെ എന്തിനാ ചോദിക്കണേ? ഞാൻ മനു വർമ്മ. കണ്ടൂടെ ഞാൻ എന്താ ചെയ്യുന്നത്? നോക്കി നിൽക്കാതെ ഒന്ന് സഹായിച്ചൂടെ? അത് ശരി, ആജ്ഞാപിക്കുന്ന. ചേട്ടാ വിട്, ഞാൻ എടുത്തോളാം. ഒരുമാതിരി ബൂർഷുകളുടെ ധാർഷ്ട്യം ഞങ്ങളുടെ അടുത്ത് കാണിക്കരുത്. തലകൾ പോയാൽ ഞങ്ങൾക്ക് ഒരു മടിയില്ല, അറിയാലോ. ഈ താല്പര്യം നെല്ല് പോയി നെല്ല് കളിച്ചതിന് കുട്ടനാട് എന്നെ രക്ഷപ്പെട്ടേനെ. എന്താ പറഞ്ഞേ? ലാൽ സലാം സഖാവേ. ആ, വിതക്കില്ല, കൊയ്യാൻ നടക്ക. അയ്യോ, വാ. വേണ്ട, ബോട്ടിനകത്തുനിന്ന് ഒരു കരച്ചിലേട്ടല്ലോ. ആ, അത് ഞാൻ ഒരാളുടെ കാലിൽ ചവിട്ടുക. അതെ, ഇങ്ങനെ താറാവ് നടക്കണ പോലെ നടന്നിട്ട് കാര്യമില്ല. 2 കിലോമീറ്ററോളം നടക്കാനുള്ളതാ. 2 കിലോമീറ്ററോ? ഇയാളല്ലേ പറഞ്ഞ ബോട്ട് ഇറങ്ങി 2 വളവ് കഴിഞ്ഞ അവിടെ എത്തുന്നു? അതെ, ഓരോ കിലോമീറ്റർ കഴിയുമ്പോ ഓരോ വളവുണ്ട്. 2 കിലോമീറ്റർ പെട്ടിയെല്ലാം ചുവന്നോണ്ട് നടക്കാൻ എന്നെ കൊണ്ട് വയ്യ. അതല്ല ഞാൻ ബോംബെന്ന് പറഞ്ഞത്. ഇതൊന്നും കെട്ടി എണ്ണളിച്ച് ഇങ്ങോട്ട് വരണ്ടാന്ന്. ഒരു ടാക്സി വിളിച്ചാ പോരെ? എന്റെ വീടിന്റെ അടുത്ത് വണ്ടിയൊന്നും ചെല്ലില്ല. വണ്ടി ഒന്നും ചെല്ലാത്ത ഏത് പട്ടിക്കാട്ടിലാണോ തന്റെ വീട്? ദൈവമേ, ഏത് നേരത്താണോ ഈ കാട്ടുജാതിക്കാരനോട് ഇറങ്ങിപ്പോരാൻ തോന്നിയത്? അല്ല, അത് വഴിയല്ല, ഇത് വഴിയാ. ആ, എവിടെയെങ്കിലും എന്തെങ്കിലും കാണാം. ഭൂമി ഉരുണ്ടതല്ലേ. Wow, it's really beautiful. ഇതൊക്കെ എന്ത് ബ്യൂട്ടി. ബ്യൂട്ടിനെ കാണാൻ കിടക്കണേ ഉള്ളൂ. വാ, അല്ലെ ബാഗിൽ പിടിച്ചോണ്ട് നിൽക്കാനാണോ പ്ലാൻ? അതെ, ഭാര്യ ഭർത്താവായി അഭിനയിക്കുമ്പോ ഭാര്യയുടെ ലഗേജ് എടുക്കാൻ സഹായിക്കേണ്ടത് ഹസ്ബൻഡ് റെസ്പോൺസിബിലിറ്റിയാണ്. നോ 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 നോ, അതൊക്കെ അങ്ങ് ഓസ്ട്രേലിയയിൽ. ഇവിടെ കേരളത്തിൽ ഭാര്യമാരാണ് എല്ലാ ചുമടുകളും താങ്ങുന്നത്. ഇയാൾക്ക് 2 ബാഗിലുള്ളൂ.
രണ്ട് കുട്ടികളൂടെ ഉണ്ടായിരുന്നെങ്കിലോ? ഒന്നിനെടുത്ത് ഒക്കത്തും വെക്കണം, മറ്റതിനെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് നടക്കണം. വാർത്താക്കന്മാരെന്ന് പറയുന്നവര് പട നയിക്കുന്ന വീരാളിയെ പോലെ ഇതാ ഇങ്ങനെ നടക്കണം. Come on, follow me. ഹേയ്, ഊടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ട നിൽക്കും കുതിര. ഹേയ്, ഇതാണ് താറാക്കൂട്ടം. ഗ്രാമങ്ങളിലാണ് കൂടുതൽ കാണുന്നത്. ഇംഗ്ലീഷിൽ ഡക്ക് എന്ന് പറയും. ഓൾസ്, ഓൾസ്. ആഷ്. ഇതിനൊരു നാണമില്ലേ? I can do it. സൂപ്പയിൽ തകൃതിയായ ലൂഡോ ടൂർണമെന്റുകൾ നടക്കും. ചെറിയ എൻട്രി ഫീസ്. ലൂഡോയിലെ ഏറ്റവും വലിയ സമ്മാനങ്ങൾ അത് സൂപ്പേ ലൂഡോയിലാണ്. ഈ തീയതികളിൽ സൂപ്പേ ലൂഡോയിലെ ടൂർണമെന്റുകളിൽ പങ്കെടുത്ത് വലിയ സമ്മാനങ്ങൾ നേടും. വേഗം സൂപ്പേ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ലൂഡോ കളിച്ച് വിജയിക്കും. ഈ കളിയിൽ സാമ്പത്തിക നഷ്ട സാധ്യതയുണ്ട്. ഇത് ശീലമായേക്കാം. ഉത്തരവാദിത്വത്തോടെ കളിക്കും. ലോങ് ഡേ. ഹേ, എത്ര വേഗം ദിനം മാറി, എന്നിൽ ഇന്ദ്രജാലമായി, വർണ്ണവും സുഗന്ധവും ഇതാ തുളുമ്പി, എന്നിൽ ഇന്ദ്രജാലമായി. ഫീൽ ചെയ്യൂ ഫൺ, ഫീൽ ഫിയാമ. I can do it. I will do it. ഞാനെവിടെയാ? ഞാൻ പണ്ട് ഇങ്ങോട്ട് നടക്കാൻ ഇത്രയും ദൂരം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കായൽ വല്ലാണ്ട് വളർന്നു തോന്നുന്നു. Oh my god. ഇതാണോ തന്റെ വീട്? Yeah. So, you're rich? No. My father is rich. എന്റെ പ്ലാനിലല്ല ഇത് പണിത്. മുത്തച്ഛന്റെ പ്ലാനാ. ഞാൻ ജനിക്കാൻ ലേറ്റ് ആയി പോയില്ലേ, ഒരു 300 വർഷം. അമ്മേ, ഞാൻ വന്നു. മോനെ, ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? ഹേയ്, നിന്റെ തലമുടിക്ക് എന്ത് പറ്റി? പശു നക്കിയതുപോലെ. അമ്മേ, ഇതെന്റെ ബോംബെ ഫാഷനാ. അമ്മേ, ഇതാണ് എന്റെ പ്രിയ. അല്ല, പ്രിയേ, ഇതാണ് എന്റെ അമ്മ. ഊഹ്, ഇതിലാരാണ് പ്രിയ? പ്രിയേ, ഇതാണ് എന്റെ അമ്മ. അയ്യോ മോളെ, തിരുവുള്ള കുട്ടി. ധാരാ മോനെ. പ്രിയ എന്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടിയാ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു അമ്മേ. എല്ലാം കയ്യിൽ നിന്ന് പോയി. ഇതും പോയാ? ഈശ്വര, പാവാട മഞ്ഞാണല്ലേ. Oh god. ദേ, നമ്മുടെ മോൻ വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലെന്നുണ്ടോ? കേട്ട് അവന്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി അവന്റെ ഭാര്യ എന്നാ പറയുന്നേ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? അവന്റെ കല്യാണം കഴിഞ്ഞെന്ന്. എന്ത് സാരിയാണത്? ഇത്രയും ബാക്കിയുണ്ടോ? കട്ട് ചെയ്ത് കളഞ്ഞാലത് ശരിയാവുന്നില്ല. ഇതെന്താ പാഞ്ചാലി വസ്ത്രശേപു? സാരി കണ്ടുപിടിച്ചവനെ തല്ലിക്കൊല്ല. തനിക്കല്ലായിരുന്ന നിർബന്ധം എന്നെ കൊണ്ട് സാരി എടുപ്പിക്കാൻ. തന്നെ ഒരു പെണ്ണായിട്ട് കണ്ടുട്ടെന്ന് എഴുതി പറഞ്ഞു പോയതാണേ. ഞാൻ പെണ്ണ് തന്നെയാ. എന്നാ പിന്നെ സ്വയം ഞൊറിഞ്ഞെടുത്തോ. വാട്ട്സ് ഞൊറി മാൻ? വാട്ട് ഈസ് ഞൊറി മാൻ? ഞൊറി എന്നെ കൂടെ പറയിക്കണ്ട. കണ്ടോ, ഇങ്ങനെ എടുത്ത് 1 ഇഞ്ച് ലൈൻ അടിച്ചിട്ടാ ലൈൻ അടിക്കുന്നത് എന്താ? പോസ്റ്റോ? പെങ്ങടെ മോനെ ഏത് നേരത്തുണ്ടായതാണോ? അളിയ മിലിറ്ററിയില്ല. ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫർ വരുന്നോണ്ട് ഇവന്റെ വിദ്യാഭ്യാസം ശരിയാവണില്ല എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ആക്കിയതാ. ഗുണം പിടിക്കാൻ എവിടെ നന്നാവുന്നില്ലെന്നേ. എന്തായാലും സൂപ്പർ സെലക്ഷൻ ആട്ടോ. പക്ഷേ ഹൈറ്റ് അല്പം കുഴപ്പമുണ്ടല്ലോ. എന്താടാ മരത്തവളെ?